ദേശീയപാത ഉപരോധിച്ച് കുളമാങ്കുഴി ആദിവാസി മേഖലയിലെ പ്രദേശവാസികൾ. വാളറ മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കൊച്ചി ദിണ്ടിഗൽ ദേശീയപാത ഉപരോധിച്ചത്. വാളറ കാവേരിപ്പടിയിൽ ദേശീയപാത ഉപരോധം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ രാജീവ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വാളറ, കുളമാങ്കുഴി, കമ്പിലൈൻ, കാഞ്ഞിരവേലി തുടങ്ങിയ മേഖലകളിൽ അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിന് അറുതി വരുത്തണമെന്നും നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കുളമാങ്കുഴി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. ജനവാസ മേഖലയിലേക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തുന്ന ആനകൾ പലപ്പോഴും കാട്ടിലേക്ക് മടക്കാൻ തയ്യാറാകാത്ത സാഹചര്യം മൂലം ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ജീവഭയമില്ലാതെ പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പലതവണ പരാതികളും നിവേദനങ്ങളും വനം വകുപ്പിനും ഇതര വകുപ്പുകൾക്കും നൽകിയിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത്. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന ഉപരോധ സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ രാജീവ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 മാസമായി നമ്മുടെ ഈ പ്രദേശത്ത് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇപ്പം രാവിലെ ആണെങ്കിലും കുട്ടികളെ സ്കൂളിൽ അയക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 4 മാസത്തിനപ്പുറം ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ വാർഡിലാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഇടയുണ്ടായത്. എന്താണേലും അതിനുശേഷം നമുക്ക് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരുന്നു, നമുക്ക് RRT ടീമിനെ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്ത് വരുമെന്ന് ആദിവാസി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും മറ്റ് ഇതര സംഘടനാ പ്രവർത്തകരും ജനകീയ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.